പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണം. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ, മാറാത്ത രോഗങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പോലെ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും നയിക്കുവാമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ
ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സന്ദർശിക്കുന്നതിന് വേണ്ടി പോയി, ഇംഗ്ലണ്ടിലെ ധ്യാനം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഭൂമുഖത്ത് ഏറ്റവും പുരാതനമായ സംസ്കാരത്തിൻ്റെ ഒരു പവലിയനിൽ ഞാൻ കയറി. അത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ്. 6000 കൊല്ലത്തോളം ഡയറക്റ്റ് ഹിസ്റ്റോറിക്കൽ കണ്ടൻ്റുള്ള സംസ്കാരം. അത് കഴിഞ്ഞപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നതയുള്ളതും ചരിത്രമുള്ളതും ഇന്ത്യയാണ് ലോകത്ത്. 5000 കൊല്ലം. അപ്പോൾ ഓരോ രാജ്യങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ വരുന്ന ഏറ്റവും വലിയ വരവ് 2000 കൊല്ലം അല്ലെങ്കിൽ 3000 കൊല്ലം. അമേരിക്കയിലൊക്കെ 400 കൊല്ലത്തെ പഴക്കമേ ഉള്ള അമേരിക്കയ്ക്ക്. അപ്പോൾ ഇത്രയും മഹത്വപൂർണമായ സംസ്കാര പൈതൃകമുള്ള രാജ്യമാണ്. അപ്പോൾ ആ പൈതൃകമുള്ള രാജ്യത്ത് 3000-ഓളം ഭാഷകളും 2800 രാഷ്ട്രീയ പാർട്ടികളും എന്തൊരു വിരോധാഭാസമാണ്. എന്നിട്ട് ഇവരെല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ജനാധിപത്യം മുന്നേറുന്നത് കാണുമ്പോൾ അതിൻ്റെ നമ്മളെ ജനാധിപത്യത്തിന് എന്തെങ്കിലും കുറവില്ലെന്നല്ല, കുറവുകൾ നമുക്ക് പരിഹരിക്കാവുന്ന കുറവുകളാണ് ഉള്ളത്. അത് നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാലത്തുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ലോകസഭയിലും നിയമങ്ങളുണ്ടാക്കി ജനാധിപത്യത്തിന് ഉണ്ടാകാവുന്ന വിലങ്ങ് തടികളെ നമ്മൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ രാജ്യത്തെ ഓർത്ത് നമുക്ക് സന്തോഷം, അഭിമാനം തോന്നും. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പോൾ വന്നിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യം നമ്മളൊക്കെ ഇപ്പോൾ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ രാജ്യസ്നേഹികളാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അകത്ത് ക്രിസ്ത്യാനികൾ ഭരിച്ചത് കൊണ്ടാണ്, അന്ന് ബ്രിട്ടീഷുകാർ ഭരിച്ചതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് ഒത്തിരി ഇൻവോൾവ്മെൻറ്റ് ക്രിസ്ത്യൻസിന് സ്വാതന്ത്ര്യ സമരത്തിൽ കുറച്ച് പേർക്കാണ് കിട്ടിയത്. മുസ്ലിംസിന് ഒത്തിരി പേർക്ക് കിട്ടി. കാര്യം അവർ ബ്രിട്ടീഷ് ഭരണത്തിന് എല്ലാവരും തന്നെ ഖിലാഫത്ത് പുസ്തകം നിലനിൽക്കുന്ന സമയത്ത് എതിരായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് സ്വാതന്ത്ര്യ സമരത്തിന് പങ്കാളിത്തം കിട്ടി. പക്ഷേ എന്ത് ഒക്കെ പറഞ്ഞാലും ശരി, പക്ഷേ വി ആർ നോട്ട് എഗൻസ്റ്റ് ദാറ്റ്. പക്ഷേ ഇപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകണത്, ഇപ്പോൾ ഒരു ഹിന്ദുത്വവാദം മുമ്പത്തേക്കാൾ പ്രബലപ്പെട്ട്, ഇപ്പം നമ്മൾ രാജ്യത്തിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും ഇവിടുത്തെ കുറേ ഭാഗം, എല്ലാവരും അല്ല, ഒരു ന്യൂനപക്ഷ ഹിന്ദുത്വം വർഗീയതയുള്ളവർ അംഗീകരിക്കത്തില്ല. നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ല, നിങ്ങൾ ക്രിസ്ത്യൻസാണ്, നിങ്ങൾ രാജ്യത്തിൻ്റെ ആൾക്കാരല്ലെന്ന് പറയും. അതുപോലെ നിങ്ങൾ മുസ്ലിംസാണ്, നിങ്ങൾ രാജ്യത്തിൻ്റെ ആൾക്കാരല്ലെന്ന് പറയും. അപ്പം നിങ്ങളൊന്നും ഞങ്ങളുടെ രാജ്യം നന്നാക്കണ്ട പറയും. പക്ഷേ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ നോക്കിയിട്ടില്ല മിഷണറിമാർ ഈ രാജ്യത്ത് നന്നാക്കിയത്. ഇന്ത്യൻ ഹിസ്റ്ററി അസോസിയേഷൻ സ്ഥാപിച്ച ഒരു ഫാദറാണ്, പ്രീസ്റ്റ് അല്ലേ. ഇതുപോലെ ഓരോ കാര്യങ്ങളും ഇന്ത്യയിൽ 10 കൊള്ളാവുന്ന കോളേജ് എല്ലാം നടത്തുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇന്ത്യയിൽ. ഈ വിദ്യാഭ്യാസ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നമ്മൾ കാഴ്ചവെച്ച ഒരു ചരിത്രവും സംസ്കാരവും ഒക്കെ ഉണ്ടല്ലോ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് 8:32 സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇപ്പം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പുറത്ത് യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ അറിയണമെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഗമാകണമെന്നല്ല ഞങ്ങൾ പറയുന്നില്ല. യേശുക്രിസ്തുവിനെ എല്ലാവരും അറിയാൻ, അത് യേശുക്രിസ്തു ജനത്തിൻ്റെ പൊതുസ്വത്താണ്. ആ പൊതുസ്വത്തിനെക്കുറിച്ചും അതിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചും അറിയാണ്ടിരിക്കരുത് ആരും. അതിനാണ് യേശു സഭ സ്ഥാപിച്ചത്. യോഹന്നാൻ 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസമല്ല സ്വാതന്ത്ര്യം ഉണ്ടാക്കണത്. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇന്ന് സ്വാതന്ത്ര്യം കിട്ടാത്ത ആൾക്കാരില്ലേ. ഇപ്പോൾ ഓരോരോ എന്താണ് നോർത്ത് ഈസ്റ്റിൽ എന്ന് കഴിഞ്ഞാൽ പിന്നെ വനങ്ങളിൽ താമസിക്കുന്നവർ, അതുപോലെ തന്നെ മലകളിൽ താമസിക്കുന്ന ഗിരിവർഗക്കാർ, അപ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ അവർക്ക് അറിയത്തില്ല എന്താ കാര്യം, അവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അങ്ങനെയുള്ളവർക്ക് വിദ്യാഭ്യാസം കൊടുത്താനുള്ള അവസ്ഥ എന്താണ്? നാഗാലാൻഡൊക്കെ പോയി വിദ്യാഭ്യാസം കൊടുത്തിട്ട് എത്ര അച്ഛന്മാരാണ് മരിച്ചതെന്നറിയാമോ?
എത്ര മിഷണറീസാണ് മരിച്ചതെന്നറിയാവോ? കാര്യം അവർ ഏറ്റവും വലിയ അധികാരി എന്ന് പറയണത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നിട്ട് അവിടെ തലയോട്ടി മാലയായിട്ട് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അതായിരുന്നു ഇന്ത്യ. ആ ഒരു സ്ഥലത്ത് നിന്ന് നാഗാലാൻഡിനെ ഉൾപ്പെടെയുള്ളവരെ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നതും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നതും എന്താ? ഈ സുവിശേഷമാണ്. സുവിശേഷം സ്വീകരിച്ച എല്ലാ രാജ്യങ്ങളും എന്തൊരു അഭിവൃദ്ധിയാണ്. ലോകത്തിന് അഭിവൃദ്ധി എന്താണ്, വികസനം എന്താണെന്നെല്ലാം കാണിച്ചു കൊടുത്തത് ആരാണ്? വികസനത്തിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കെല്ലാം വന്നതെല്ലാം ഈ ബൈബിൾ സ്വീകരിച്ച രാജ്യങ്ങളാണ്. ഭൂമിയിൽ നിന്ന് എണ്ണ കുഴിച്ചെടുത്തിട്ട് സമ്പന്നത ഉള്ള ഒരു കുറേ രാജ്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം തന്നെ ലോകത്ത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടും ലോകത്തിന് വികസനത്തിൻ്റെ പുതിയ കോൺസെപ്റ്റുകൾ കൊണ്ടുവരണതും എല്ലാം പഴയ നിയമം എടുത്ത യഹൂദന്മാരും പുതിയ നിയമം എടുത്ത മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഈ വികസനത്തിൻ്റെ രൂപങ്ങളെല്ലാം രൂപപ്പെട്ട് വരുന്നത്. അപ്പോൾ ഈ വെളിച്ചം എല്ലാവർക്കും കിട്ടാനുള്ള ബാധ്യതയുണ്ട്. വെളിച്ചം നമ്മൾ അടച്ചുപൂട്ടി പെട്ടിടത്ത് സംഭവം ഈശോ പറഞ്ഞു, ലോകം മുഴുവനും നിങ്ങൾ പോകണം. എൻ്റെ അർത്ഥം, ലോകം നിങ്ങൾ മുഴുവനും പോകണമെന്ന് പറയുമ്പോൾ എന്താണ്? അവർ എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും എന്നല്ലേ ഈശോ പറഞ്ഞത്. എന്നെ പീഡിപ്പിച്ചെങ്കിൽ നിങ്ങൾ പോകണം, പോയി തല്ലുപിടിക്കണം എന്നല്ല പറഞ്ഞത്. എനിക്ക് കിട്ടിയതിൻ്റെ ഓഹരി നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ടും. എനിക്കിപ്പോൾ കന്യാസ്ത്രീമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരെ ഇപ്പം നാളെ എനിക്കും വെച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്കൊരു ധാരണയുണ്ട്. കാര്യം ആരും അറിയാതെ നിങ്ങൾ ആരും വിചാരിക്കരുത്. സുവിശേഷത്തിൻ്റെ ചൈതന്യം അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുത്തിരിക്കും. ആരെയും ബലം പ്രയോഗിച്ച് മതം മാറ്റാൻ ആർക്കും നോക്കിയാൽ അതിനടുത്ത് നോൺസെൻസ്. ബലം പ്രയോഗിച്ച് ആരെങ്കിലും മതം മാറ്റാൻ പറ്റുമോ? അത് നോൺസെൻസ് അല്ലേ? ആരെങ്കിലും പറ്റുമോ? അപ്പോൾ അത് ഇല്ലാത്ത കാര്യം പറയണതാണത്. ഒരു മനുഷ്യന് ഒരു ആശയം അടിച്ചേൽപ്പിച്ച് സ്വീകരിക്കാൻ പറ്റത്തില്ല. ചെറുക്ക അനുഭവങ്ങൾ വരുമ്പോൾ അവ ചിലപ്പോൾ വിശ്വാസത്തിലേക്ക് വരുമായിരിക്കും. അപ്പോൾ അനുഭവം വരാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുക്കുക ഒന്നുമില്ല. നമ്മളോട് പറഞ്ഞിരിക്കണം അതല്ല, കർത്താവ് ദൈവസ്നേഹമാണെന്ന് പറയണം. അത് നമ്മളെവിടെയും പറയും. പടരി കണ്ടിച്ചാലും പറയും, ഏത് നരകത്തിൽ ചെന്നാലും പറയും ദൈവസ്നേഹമാണ്, നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം. അതല്ലേ സുവിശേഷം? അതല്ലേ സുവിശേഷം? ദൈവസ്നേഹമാണ്, നിങ്ങൾ സ്നേഹത്തോടെ ജീവിക്കണം. പിന്നെ പരസ്പരം പങ്കുവെക്കണം. പിന്നെ എന്ത് ചെയ്യണം? അറിവ് സമ്പാദിപ്പിക്കണം. കാര്യം സ്വന്തമായിട്ട് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. വ്യക്തിപരമായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. അപ്പം നമ്മൾ കൊടുത്തത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ പൊതു സ്വാതന്ത്ര്യത്തേക്കാൾ പ്രധാനമാണ്. സ്വാതന്ത്ര്യം രാഷ്ട്രത്തിൽ കിട്ടിയാലും അറിയാൻ പാടില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അറിയത്തില്ല. അപ്പം അടിസ്ഥാന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്ര സ്വാതന്ത്ര്യമല്ല, വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളെ പോലും ഉപയോഗിക്കണം എങ്ങനെ? വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ലേ. അതാണ് സഭ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി സഭ ഒത്തിരിയേറെ മുറിവുകൾ മേടിച്ചിട്ടുണ്ട്. സഭയ്ക്കത് പുത്തിരിയല്ല. ഇത് നിങ്ങൾ ഓർക്കണം, ഇത് സെബസ്ത്യാനോസിൻ്റെ അപ്പോസ്തലന്മാരുടെ സഭയാണ്. അങ്ങോട്ട് കയറി ആൾക്കാരുടെ കരുത്തേക്ക് കയറി ആൾക്കാരുടെ കൈമേടിച്ച് അത്തവരാരും ഇവിടെയില്ല. ഇവിടെ ഉള്ളവരെല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യം കോങ്കോ വനത്തിലും ആമസോൺ വനങ്ങളിലും ഒറ്റക്ക് പോയി നടന്ന് സുവിശേഷ വേല നടത്തിയിട്ട് അവരുടെ കൈകൊണ്ട് മരിച്ച് ആ രക്തത്തിൽ തന്നെ അവർ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു സഭയാണിത്. അപ്പം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വർഗാരോഹണത്തിലാണ് എത്തി അവസാനിക്കുന്നത്. എന്താണ്? മനുഷ്യൻ ഏറ്റവും വലിയ നമ്മളെ മരണത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജീവനിലേക്ക് മനുഷ്യരാശിയെ കൊണ്ടുവന്നവരാണ്. മരിച്ചുയർത്തെഴുന്നേറ്റവനാണ്. അവൻ്റെ ഉയർപ്പിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് ജനതയുടെ അവകാശമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്റ്റേറ്റ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേരള സംസ്ഥാനം അതിൻ്റെ കടക്കിണികളിൽ നിന്ന് രക്ഷപ്പെടാനും. എങ്കിലും കേരള സംസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. എന്താ കാര്യം? ഞാൻ എപ്പോൾ നോക്കുമ്പോഴും ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ട് കേരളത്തിലും ഇന്ത്യയിലും വരുമ്പോൾ എന്തൊരു മാറ്റമാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇന്ത്യ കുതിക്കുന്നുള്ള കാര്യം സത്യമാണ് ശരിക്കും പറഞ്ഞാൽ.
നമ്മൾ ഈ വികസന രാജ്യം അല്ലെങ്കിൽ തേർഡ് വേൾഡ് എന്നൊക്കെ വിളിക്കുന്നത് അവരുടെ സൂപ്പർമസി അവർ പ്രഖ്യാപിക്കുന്നതാണ്. നമ്മൾ തേർഡ് വേൾഡൊന്നുമല്ല. തേർഡ് വേൾഡ് സാമ്പത്തിക മേഖലയിലും GDP-യിലുമാണ് തേർഡ് വേൾഡ്. GDP തന്നെ ഇപ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇനി ഉയരും. അപ്പോൾ അത് ഒക്കെ നമുക്ക് രാജ്യത്ത് അഭിമാനമുണ്ട്. അതിപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുടെ വർഗീയതയുടെ അധ്വാനമാണെന്ന് നിങ്ങൾ പറയരുത്. ദാറ്റ് ഇസ് നോൺസെൻസ്. ഇന്ത്യയുടെ ജനത മുഴുവനും ഈ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാനാണ്. അങ്ങനെ അതാണ് നമ്മുടെ കൾച്ചർ എന്ന് പറയുന്നത്. എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും ഒരുമിച്ച് അവരുടെ എല്ലാവർക്കും എന്തെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അതിനെ അംഗീകരിക്കുകയും രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി തോളോട് ചേർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് പോകാൻ ഇന്ത്യ അധികാരികൾ കഴിയട്ടെ. റിസൾട്ട് വന്നപ്പോൾ യാതൊരു ക്ലബിങ്ങും കൂടാതെ ഞാൻ പേടിച്ച എൻ്റെ സ്പീക്കിങ്ങിന് ഏറ്റവും കൂടുതൽ മാർക്കോടെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അങ്ങനെ ഇന്ന് ഡിസംബർ റിസൈൻ കൊടുത്ത് ഞാൻ നാട്ടിൽ വന്നിരിക്കുന്നതാണ്. അവിടെ നിന്ന് നേരിട്ട് വന്ന് സാക്ഷ്യം പറയണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇത്തിരി വൈകിയതിൽ മാതാവിനോട് ക്ഷമ ചോദിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ. എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് പോകാനുള്ളത്. അതിന് ഞാൻ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗം. 3ാമത്തത് എനിക്ക് നിയോഗത്തിൽ വെച്ചിരുന്നതല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കുവൈറ്റിലെ കയ്യിൽ വാലിഡായിട്ടുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. പക്ഷേ MOയുടെ അവരുടെ സിസ്റ്റത്തിൽ അത് ക്യാൻസലായി ലോക്കായി കിടക്കായിരുന്നു. അപ്പോൾ അത് എന്താ റീസൺ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് ഈ സാധാരണ രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെക്കിംഗ് വരുമ്പോൾ നമ്മളെ ഡയറക്റ്റ് ഡീപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കണ്ട് മനസ്സിലാവുകയും പിന്നീട് നമ്മളത് പലവരും പറഞ്ഞു ഇനി കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല, അത് ക്യാൻസലായി പോകത്തുള്ളൂ എന്ന്. നമുക്ക് കാര്യം അവരുടെ ആ അതോറിറ്റിയുടെ അടുത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു ധൈര്യം, ഈ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചാൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളും സോൾവ് ആവും എന്നുള്ള ഒരു പ്രത്യേക ധൈര്യം കിട്ടുമായിരുന്നു. ഈ ഉടമ്പടിയിലായിരുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമുക്ക് എന്ത് പ്രശ്നവും അഭിമുഖീകരിക്കാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പേടിയൊന്നും തോന്നിയില്ല. നന്നായി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യം നൽകിക്കൊള്ളാമെന്ന് മാതാവിനോട് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് പോയി യാതൊരു തടസ്സവും കൂടാതെ കറക്റ്റായിട്ട് ആ പോലീസുകാർ അവിടെ ഏറ്റവും മുകളിൽ കടത്തിവിടാൻ ഭയങ്കര പാടാണ്. പക്ഷേ കാശുരൂപം കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഹസ്ബൻഡ് പോയത്. അവിടെ ചെന്ന് ആളുടെ പ്രശ്നം അവിടെ അവതരിപ്പിക്കാൻ പറ്റി. അവർ ചെക്ക് ചെയ്ത് വിതിൻ 5 മിനിറ്റ്സിനുള്ളിൽ സൈൻ ചെയ്ത് സിസ്റ്റത്തിൽ അത് വന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കുവൈറ്റിൽ ലൈസൻസ് ലോക്കായാൽ അത് വീണ്ടെടുക്കാൻ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. എനിക്ക് ഒത്തിരി ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഉടമ്പടി പുതുക്കാനാണ് വന്നത്. പക്ഷേ പുറത്തുള്ളവർക്ക് 1 വർഷം കഴിഞ്ഞിട്ടാണ് പുതുക്കാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞതുകൊണ്ട് കാര്യം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നിരിക്കാൻ പറ്റും. നമ്മൾ ദൈവത്തോട് അടുക്കാനാണ് ഈ സഹനങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനൊത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നും ദൈവത്തിൻ്റെ ഈശോയുടെയും മാതാവിൻ്റെ ഒരു സാക്ഷിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. താങ്ക് യു. പേര് മഞ്ജു ബിജോ. ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. അവിടെ മുളപ്ര എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് 2022 മെയ് 30-നാണ്. എൻ്റെ IELTS പരീക്ഷയുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായിട്ട് ഒരു പ്രാവശ്യം IELTS എഴുതി, UKVA എഴുതി. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ എഴുതി, പക്ഷേ എനിക്ക് റീഡിങ്ങിന് പോയി. അപ്പോഴാണ് എൻ്റെ കൂടുതലുണ്ടായിരുന്ന ചേച്ചി എന്നോട് പറഞ്ഞത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞു. ചേച്ചി പിറ്റേ മാസം 20 ദിവസത്തിനുള്ളിൽ ചേച്ചിക്ക് പോകാൻ പറ്റി. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മെയ് 30-ന് വന്നെടുത്തു. പക്ഷേ എനിക്കത് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല. കാരണം ഞാനൊരു അല്പവിശ്വാസി എന്ന് പറയാം, അങ്ങനെ ഒരു ആളായിരുന്നു. കുറച്ച് ദിവസം പ്രാർത്ഥിച്ചാൽ കുറച്ച് ദിവസം ഞാൻ പ്രാർത്ഥിക്കുകയില്ല. അങ്ങനെ സ്ഥിരമായ ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ലപോലെ ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. ഇതൊക്കെ കൂടിയിട്ട് എനിക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എങ്കിലും ഞാനത് തുടർന്ന് കൊണ്ടുപോയി.
കാരുണ്യ പ്രവർത്തികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. പ്രാർത്ഥന മാത്രം ഞാൻ തുടർന്നു കൊണ്ടുപോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം 5 പ്രാവശ്യവും കൂടെ പിന്നെയും എഴുതി. അതിൽ 4 പ്രാവശ്യവും ഞാൻ റീഡിങ്ങിന് തന്നെ പിന്നെയും തോറ്റുപോയി. നിസ്സാരം 0.5 മാർക്കിനാണ് ഞാൻ എല്ലാ പ്രാവശ്യവും തോറ്റുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായി. ഞാൻ പെട്ടെന്ന് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ തോറ്റു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ തമ്പുരാനെ തള്ളി പറയും. എനിക്ക് ഭയങ്കര ദേഷ്യം വരുമായിരുന്നു. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് തന്നെ എന്നോട് പറഞ്ഞു, നീ എടുക്കണ്ട, ഞാൻ തന്നെ എടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം എഴുതി. പക്ഷെ എന്നാലും അത് ജയിക്കാൻ എനിക്ക് സാധിച്ചില്ല. പിന്നീട് ഞാനും അദ്ദേഹവും കൂടെ നന്നായിട്ട് ഉടമ്പടിയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തികളാണ് ഒന്നും ചെയ്യാതിരുന്നത്, പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിൽ ചാച്ചനുണ്ട്, ചാച്ചനെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ, കിടപ്പാണ് ചാച്ചനെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ ഞങ്ങൾ ചെമ്പേരിയിൽ ഒരു വൃദ്ധസദനവും ക്യാൻസർ സെൻ്ററും കൂടെയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോയി അവരുടെ തുണി വാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു. നമ്മളവിടെ ചോദിച്ചു കഴിഞ്ഞപ്പം വന്ന് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് ഞങ്ങൾ തുണി എല്ലാം അവരുടെ കുറേ തുണികൾ തോട്ടി കൊണ്ടുപോയി അലക്കി വൃത്തിയാക്കി ഉണക്കി എടുത്ത് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ ഇത്, ഞങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ പുരോഗതിയിലൊന്നും ഉള്ള ആൾക്കാരല്ല. അപ്പം ഞങ്ങൾക്കൊരു വീടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം അത്യാവശ്യമായിരുന്നു. സാമ്പത്തികമായിട്ടൊരു പുരോഗതിയും അത്യാവശ്യമായിരുന്നു. അപ്പം ഞങ്ങൾ ആ കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ തുകകൾ അവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനോ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. ഞങ്ങൾ തേങ്ങയൊക്കെ ആട്ടി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് എണ്ണ, അങ്ങനെയുള്ള ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചെറിയ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ അവരെ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികൾ കൊടുത്ത് ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് നാണക്കേടായിരുന്നു. ആൾക്കാർ എന്നാ പറയുമെന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ള ആളായിരുന്നു. അങ്ങനെ പിന്നെ 6ാമത് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും ഒരു നാണക്കേട് വിചാരിക്കാതെ ഞങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ 2 പേരും അത് ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ 2 പേരും ഉടമ്പടിയിൽ കൃത്യമായിട്ട് പാലിച്ചു പോന്നു. അങ്ങനെ റിസൾട്ട് വരുന്നതിന് പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഞാൻ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് ജോസഫ് അച്ഛനെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടായത്. എല്ലാവരും മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് മാതാവിനെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷേ അങ്ങനെയൊന്നും ഒരു അവസരം ഉണ്ടായില്ല. പക്ഷേ എനിക്ക് എന്തോ ദൈവം എന്നെ കടാക്ഷിച്ചുകൊണ്ടായിരിക്കും അച്ഛനെ എനിക്കൊരു ദിവസം സ്വപ്നത്തിൽ കാണാൻ പറ്റി. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ എണീക്കുന്നതിന് കുറച്ച് മുമ്പ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നാൽ അച്ഛൻ എന്നോട് പറയാണ്, ഇപ്രാവശ്യം നീ എന്തായാലും ജയിക്കും, പക്ഷേ നിനക്ക് കുറച്ച് പ്രതിസന്ധികൾ നീ നേരിടേണ്ടി വരുമെന്ന്. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ പരീക്ഷ ജയിച്ചു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വളരെയധികം പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു, പ്രശ്നങ്ങൾ നേരിട്ടു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് മാത്രമേ അത് ഷെയർ ചെയ്യാറുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചിരുന്നു. അച്ഛൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ കുറച്ച് പ്രതിസന്ധികൾ ഞാൻ നേരിട്ടു. റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് റീഡിങ്ങാണ് എല്ലാ പ്രാവശ്യവും എനിക്ക് പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ലാസ്റ്റത്തെ പ്രാവശ്യം എഴുതിയപ്പം റീഡിങ് എനിക്ക് ഒന്നും വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ റൈറ്റിംഗ് എഴുതിയപ്പം ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ഞാൻ 2 ആക്കി എഴുതി. ഒരു വിഷയം 2 തരത്തിലെഴുതി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്രാവശ്യം റീഡിങ്ങിനായിരിക്കുമല്ല പോകുന്നത്, റൈറ്റിങ്ങിനായിരിക്കും പോകുന്നത്. പക്ഷേ എങ്കിലും ഞാൻ ഉറച്ച് വിശ്വസിച്ചു മാതാവ് എന്നെ ഇപ്രാവശ്യം കൈവിടിയാല. പരീക്ഷയ്ക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മാതാവിനോട് സംസാരിക്കില്ല, ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയില്ല. മാതാവ് എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ചെയ്തു തന്നാൽ മതി. ഇനി ഒരു പരീക്ഷയും കൂടെ എഴുതാനുള്ള സാമ്പത്തിക സ്ഥിതിയും എനിക്കില്ല. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിറ്റിട്ടാണ് ഞങ്ങൾ ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി എനിക്ക് ഒരു വഴിയുമില്ല, ഒരു മാർഗവും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി.
പിന്നെ എനിക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പം 4.5 മാർക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വേണ്ടത്. ഞാൻ സീനിയർ കെയർ വിസയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എനിക്ക് 4.5 മാർക്ക് പോലും കിട്ടുന്നില്ലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് റീഡിങ് നേരത്തെ ഉണ്ടായിരുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഇന്ന് കരഞ്ഞുപോയി. സത്യം പറഞ്ഞാൽ 5.5 മാർക്ക് വീതം എനിക്ക് മാതാവ് തന്ന് എന്നെ ജയിപ്പിച്ചു. കാരണം എൻ്റെ ബുദ്ധിക്ക് സാധിക്കുന്നൊരു കാര്യമല്ല. കാരണം ഞാൻ പഠിച്ച് 10 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ പഠിത്തം നിർത്തിയത്. അപ്പോൾ അതിന് 10 വർഷത്തെ ഗ്യാപ്പ് വന്നു. എനിക്കൊന്നും ഞാൻ എൻ്റെ മോളെ പഠിപ്പിക്കുന്നതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഒരു 1.5 മാസത്തോളം അവിടുന്ന് എനിക്ക് സാറും ടീച്ചറും എനിക്ക് നല്ലപോലെ പറഞ്ഞു തന്നിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് റീഡിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് ആൻസർ ഏതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പരീക്ഷ എഴുതിയത്. അപ്പോൾ എൻ്റെ കഴിവിനാൽ ഇത് കിട്ടിയല്ല മാതാവേ, അമ്മ എനിക്ക് ഈശോയോട് പറഞ്ഞിട്ട് ഇത് മേടിച്ച് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. റിസൾട്ട് വന്നു. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ എനിക്ക് താമസം വന്നു. കാരണം എൻ്റെ മോളുടെ പരീക്ഷ കാരണം എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു, ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, അമ്മയുടെ സാക്ഷിയായിട്ട് എന്നും ജീവിച്ചുകൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു.